ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. കുറ്റം പുരിന്തവൻ, ദ ഗിൽറ്റി വൺ, തമിഴിൽ വന്നിരിക്കുന്ന ഒരു പുതിയ വെബ് സീരീസ് ആണ്. 7 എപ്പിസോഡുകൾ സോണി ലിവിൽ ലഭ്യമാണ്. ഡിസംബർ 5 റീസായെന്നാണ് തോന്നുന്നത്. ഞാൻ ഇന്നലെ രാത്രി അത് കാണാനിരുന്നത്. എനിക്ക് ഇപ്പോഴും ഉറക്കക്ഷീണമുണ്ട് എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ. ഒരു എപ്പിസോഡ് കണ്ട് അല്ലേ ഒന്നോ രണ്ടോ കഴിഞ്ഞിട്ട് പതുക്കെ പോയി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത്യാവശ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഹാവിങ് സെഡ് ദാറ്റ് 3-4 എപ്പിസോഡ് അത്യാവശ്യം എഴച്ചിലായിരുന്നു. എനിക്ക് തോന്നുന്നു പറഞ്ഞിടത്ത് തന്നെ ഈ സാധനം നിന്ന് കറങ്ങുന്ന പോലെയാണ് ഈ 2 എപ്പിസോഡ് തോന്നിയത്. ബാക്കിയല്ല ഇതിന്റെ വേൾഡ് ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ രസമുണ്ട്. ഇതിന്റെ പ്രിമൈസ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെന്നൈയിലൊക്കെ പണ്ട് താമസിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഈ വീടുകൾ ഇങ്ങനെ കെട്ടി ഫ്ലാറ്റ് പോലെ ചെറിയ രീതിയിലാക്കിയിട്ട് ഒരേ കോറിഡോർ ഉണ്ടാവും. വാതിൽ തുറക്കുമ്പോഴത്തേക്കും തൊട്ടപ്പുറത്തെ വീട്ടിലോട്ടൊക്കെ നമുക്ക് പോകുന്ന രീതിയിലുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിലൊക്കെ ഉപരി ഈ ചിലപ്പോൾ 2 ഫാമിലി താമസിക്കും, ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ താമസിക്കും. പക്ഷെ അവിടെയൊക്കെ ആൾക്കാർ അന്യോന്യം ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. അപ്പം ചിലപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക, അങ്ങനെയൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ തോന്നുന്ന രീതിയിൽ. എങ്കിൽ ഇതൊരു ഹൈഫൈ ഫ്ലാറ്റോ അങ്ങനത്തെ പരിപാടികളോ ഒന്നുമല്ല. അപ്പൊ അങ്ങനെയുള്ള ഗ്രാമത്തിൽ, അങ്ങനെയുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ഒരു സംഭവം. ഇതൊരു ഗ്രാമത്തിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ തിരുവിഴ, അതായത് ഉത്സവവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഉത്സവത്തിന്റെ അന്ന് ആ ഗ്രാമത്തിലെ ഒരു 10-11 വയസ്സുള്ള ഒരു പെൺകുട്ടി മിസ്സാവുന്നു. അപ്പൊ അതുമായിട്ട് വരുന്ന അഭ്യൂഹങ്ങൾ, ഒരു പക്ഷേ ഇതൊരു സീരിയൽ അബ്ഡക്ഷൻ ആണ്. കഴിഞ്ഞ തിരുവിഴയിലും ഈ തിരുവിഴ പെട്ടെന്ന് അവിടുത്തെ തമിഴ്നാട്ടിലെ ഒരു ഓർമ്മകൾ വന്നു. അപ്പൊ ആ ഉത്സവത്തിലും ഇതുപോലെ കുട്ടികൾ മിസ്സാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിൽ ഇതിൻ്റെത് വരുന്നു. അപ്പോൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന 2 കുടുംബങ്ങളാണ്. അതിൽ മിസ്സായ കുടുംബത്തിലെ കുട്ടിയുടെ അമ്മയാണ് ഇതിനകത്തെ ഒരു നായിക പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം എന്ന് പറയാം. ലക്ഷ്മി ചന്ദ്രമൗലി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ. വേറൊരു ഫാമിലി, അതായത് തൊട്ടപ്പുറത്ത്, ഇത് രണ്ട് അടുത്തടുത്ത അപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പൊ അടുത്ത ഇതിൽ വരുന്നതാണ് പശുപതിയും പശുപതിയുടെ വൈഫ് ലിസി ആന്റണി ആണെന്ന് തോന്നുന്നു അവരുടെ പേര്. നന്നായിട്ട് പെർഫോമേഴ്സ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആരുടെ പെർഫോമൻസും മോശമല്ല. ഇത് അന്വേഷിക്കാൻ വരുന്ന അതായിട്ടല്ല, അപ്പോയിന്റഡ് ആയിട്ടുള്ള തൻ്റെതായിട്ടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് അന്വേഷിക്കുന്ന വിദർത്ത് എന്ന് പറയുന്ന നടൻ. പുള്ളി ഒരു കോൺസ്റ്റബിൾ ആയിട്ടാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. പുള്ളി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരുപാട് സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട്. കുരങ്ക് ബൊമ്പായി അങ്ങനെയൊക്കെ പറഞ്ഞ സിനിമയിലും പുള്ളി ഇതുപോലെ സ്വന്തം അച്ഛൻ മരിക്കുന്ന ഒരു ഇതിൽ അന്വേഷിച്ച് പോകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് പുള്ളിയുടെ. ആ ഫിലിമിലൊക്കെ പുള്ളി നല്ലൊരു ആക്ടറാണ്. പക്ഷെ ഒരുപാട് പടങ്ങളിൽ അങ്ങനെ പുള്ളിയെ കണ്ടിട്ടില്ല. പുള്ളി വളരെ ചൂസ് ചെയ്ത് അഭിനയിക്കുന്ന രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വിദർത്തിന്റെ അഭിനയവും നല്ലതാണ്. ഒരു എന്താ പറയുക, എല്ലാവരായാലും അടിച്ചമർത്തപ്പെട്ട പോലീസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള, പക്ഷെ പുള്ളിക്ക് ഒരുപാട് വോയിസ് ഇല്ലാത്ത, പുള്ളിയെ എല്ലാത്തിനും ബ്ലെയിം ചെയ്യുന്ന, പുള്ളി ഒന്നിനും കൂടാതെ ഒരു ഡ്രൈവറായിട്ട് ഡീഗ്രേഡ് ചെയ്ത് സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ വീട്ടിലൊരു അടിമപ്പണി പോലെ ചെയ്യുന്ന, അപ്പൊ അങ്ങനത്തെ അതിലെ പെയിനും, സ്വന്തം ഫാമിലി ലൈഫിൽ ഇൻവോൾവ് ആകാൻ പറ്റാത്തതും, മകളുടെ മുമ്പിൽ ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ട് പുള്ളി നന്നായിട്ട് വന്നിട്ടുണ്ട്. പശുപതിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു അപ്പൂപ്പനാണ്. അപ്പൊ പുള്ളിയുടെ മകള് മരിച്ചു. അപ്പോൾ സ്വന്തം പേരക്കുഞ്ഞിനെ, അതായത് കൊച്ചുമോനെ നോക്കണം. അപ്പൊ അമ്മോനൊരു അസുഖമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. തൊട്ടപ്പുറത്തുള്ള ഈ ലക്ഷ്മി ചന്ദ്രമൗലി എന്ന് പറയുന്ന ക്യാരക്ടർ, അവരുടെ കുഞ്ഞ് മിസ്സാവുന്നു. പക്ഷെ ഇവര് തമ്മിൽ ഒരു അച്ഛനും മകളും ബോണ്ടിങ് ഉണ്ട്. ആ ക്യാരക്ടർ എപ്പോഴും പശുപതിയെ കാണുന്നത് സ്വന്തം അച്ഛനായിട്ടാണ്. അപ്പൊ അത്രയും ഇതുണ്ട്, സ്നേഹമുണ്ട്. ഈ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും പോവുകയും ഒക്കെ ചെയ്യും. എല്ലാ ഡിസിഷനും ഇവിടെ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അടുപ്പമുള്ള ഇത്. അപ്പൊ ഈ കേസിൽ ഈ കുഞ്ഞ് മിസ്സാവുമ്പോ എങ്ങനെ പശുപതി അതിന്റെ നിഴലിൽ വരുന്നു, അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അങ്ങനെ കഥ എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് മൊത്തത്തിലുള്ള ഒരു ഇതിവൃത്തം. ഇതിനപ്പുറം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്പോയിലേഴ്സ് ആയി പോകും. ഇതിൽ പെർഫോമൻസ് നന്നായിട്ട് പീക്ക് ചെയ്തിട്ടുണ്ട്. പശുപതി ഒരു നല്ല ആക്ടർ ആണെന്ന് ഇങ്ങനെ എല്ലാത്തിലും പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ പുള്ളിയുടെ സാർപ്പെട്ട പരമ്പരയാണെങ്കിലും, പഴയ ദൂലിലെ പൊട്ടാസ് ബാലു എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെങ്കിലും, എന്തിനിപ്പോ വന്ന ബൈസണിലെ പുള്ളിയുടെ ക്യാരക്ടർ ആണെങ്കിലും, പുള്ളി ഏതിൽ പോയാലും, വിരുമാണ്ടി, പുള്ളിനെ എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് പറയാം. ഒന്നിലും പുള്ളി ഒരു മോശം പെർഫോമർ അല്ല. പുള്ളിക്ക് എഴുതുന്ന ക്യാരക്ടറിന്റെ എന്തെങ്കിലും ഉയർച്ച താഴ്ചകൾ വന്നാൽ മാത്രമുള്ള പ്രശ്നമേ പുള്ളിക്കുള്ളൂ. അപ്പൊ പുള്ളി തന്നെയാണ് ഇതിനകത്തൊരു ഹൈലൈറ്റ്. പുള്ളിയുടെ ഗിൽറ്റ് ഫീലിങ്, പുള്ളി ഒരു ക്ലൈമാക്സോട് അനുബന്ധിച്ച് പുള്ളിയുടെ പ്രായം, അപ്പൊ പുള്ളി ഒരു കാര്യം വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്ന ഇത്, പുള്ളി ഇപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റെയർ കേസ് കയറി പോകുമ്പോൾ പോലും പുള്ളിയുടെ ആ ക്യാരക്ടറിന്റെ പ്രായം അനുസരിച്ചിട്ടുള്ള ശരീര തളർച്ച, ആ ഭാവങ്ങള്, കാര്യങ്ങള്, അങ്ങനെ മൊത്തത്തിൽ രസമാണ്. പിന്നെ അവസാനം അടുപ്പിക്കുമ്പോഴത്തേക്ക് ഇനി ഒന്നും നോക്കാനില്ല, ഇനി ഈ പാപഭാരം കൊണ്ട് എനിക്ക് നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നിടത്ത് അപ്പൊ അതിലൊക്കെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഈ കഥയിൽ നമുക്ക് ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ചിന്തിക്കുമ്പോഴും ആ ക്രൈം
അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രൈം ചെയ്യുന്ന ആളെയും അതൊന്നും അല്ല ഈ പറയുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവരുടെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സസ്പെൻസുകളുള്ള, സ്പെഷ്യലി 6-7 എപ്പിസോഡുകൾ എത്തുമ്പോഴത്തേക്കും ഒരുപാട് നല്ല സസ്പെൻസ് ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് അത് കാണില്ല, ഇവരാണോ ചെയ്തത് എന്നുള്ള രീതിയിലൊന്നും നമ്മൾ കാണില്ല. ഒരുപക്ഷെ കുറ്റം ചെയ്തവനെ കണ്ടെത്തിയതിന് ശേഷവും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അപ്പൊ അതിലേക്ക് അതെത്തുന്നതൊക്കെ നമുക്ക് പെട്ടെന്നൊന്നും ഗസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എവിടോ പറഞ്ഞൊരു ഡയലോഗ് പിന്നെ ഇറ്റ് മേക്ക് സെൻസ് എന്നുള്ള രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലെ ഫ്ലോസ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇതിന്റെ ദൈർഘ്യം, ഇത്രയും എപ്പിസോഡ്സ് വേണമായിരുന്നോ എന്നുള്ള തോന്നൽ നമുക്കുണ്ടാവും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ. പിന്നെ ഫോറൻസിക്കിലൊക്കെ ഒരുപാട് കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ഉള്ള മലയാളം സിനിമകൾ കണ്ടതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പണ്ടുള്ള പഴയൊരു സുരേഷ് ഗോപി സിനിമയുണ്ട് FIR എന്ന് പറഞ്ഞിട്ട്, അതിലൊക്കെ തന്നെ റിഗർ മോർട്ടിസ് എന്ന് പറഞ്ഞിട്ടുള്ള ബോഡിയുടെ ഒരു പ്രതിഭാസമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ബോഡി മരവിക്കാൻ എടുക്കുന്ന സമയം, അതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പൊ അത്തരം ബേസിക് ഫോറൻസിക് കാര്യങ്ങളോ ഇതൊന്നും ഇതിനകത്ത് ഫോളോ ചെയ്തിട്ടില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു കല്ലുകടിയായിട്ട് ഫീൽ ചെയ്തു. അപ്പാർട്ട് ഫ്രം ദാറ്റ്, എങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഫോറൻസിക് പരിശോധനയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അത് വെച്ച് കേസ് തെളിയിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പ്രിറ്റി ബേസിക് ആണെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ഫോളോ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ തോന്നിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇതൊരു എന്താ പറയുക, ഞാൻ അർദ്ധരാത്രി വരെ ഇരുന്ന് ഇത് കണ്ടു തീർത്തപ്പോഴും എന്റെ സമയം കളഞ്ഞു ചിലത് തോന്നില്ല. ഇതിനായിരുന്നു പുല്ല് എന്ന് നമുക്ക് തോന്നുന്നതൊന്നും എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ആക്ടിങ് കൊണ്ടും ഇതിനകത്തെ സസ്പെൻസും കാര്യങ്ങളും എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത് കൊണ്ടും, ഒന്നിലധികം സസ്പെക്ട്സിന്റെ അടുത്ത് പോകുമ്പോഴും അവിടെ നിന്നെല്ലാം ടേൺ ബാക്ക് ചെയ്ത് ഒരു കറക്റ്റ് ആളിലോട്ട് പോകുമ്പോഴും, അങ്ങനെ ഒരുപാട് സർപ്രൈസുകൾ തരുന്ന ആ പെർഫോമൻസുകളെല്ലാം ഭയങ്കരമായിട്ട് മൈൻഡിൽ രജിസ്റ്റർ ആവുന്ന, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ള ഒരു വെബ് സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചിലർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതായിരിക്കാം, ചിലർക്ക് ഇവൻ ഈ പറയുന്ന അത്രയൊന്നും ഇല്ല എന്ന് വിചാരിക്കാം. അപ്പൊ അതെല്ലാം നമുക്ക് കമന്റിലൂടെ മാന്യമായി കൺവേ ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. സീ യു ഗൈസ്.